വോട്ട് വിവാദം കാര്യങ്ങളെല്ലാം കൈവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി മലർന്നു കിടന്ന് തുപ്പുകയായിരുന്നു തോന്നുന്നു. തിരിച്ചടി മുഴുവൻ അങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത്. സോണിയയും പെട്ടിരിക്കുകയാണ്. അത് അങ്ങ് കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവാണ് ഈ ജന്മത്തിലെ മകനായി പിറക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? കേട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സംസാരമുണ്ട്. ചില ദൗർഭാഗ്യവാന്മാർക്ക് അങ്ങനെ പറയേണ്ടി വരാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ വരാറില്ല. വളരെ ഭാഗ്യമായിട്ട് നല്ല മക്കളുള്ളവരും ഉണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് രാജീവിനും സോണിയയ്ക്കും അങ്ങനെ തന്നെ ഒരു അബദ്ധം പറ്റിയെന്നാണ്. കാരണം ഈ മനുഷ്യൻ എന്ന് പറയാം 56 വയസ്സായി, അല്ലാതെ കൊച്ചു പയ്യനൊന്നുമല്ല. ഈ ടീഷർട്ടൊക്കെ ഇട്ട് ഗുണ്ടാ കളിച്ച് നടക്കുന്ന പറഞ്ഞാലും അത്ര യുവാവൊന്നുമല്ല. ആ പക്വത പ്രതീക്ഷിക്കുന്ന പ്രായത്തിലെത്തിയ മനുഷ്യൻ എന്തു പറഞ്ഞാലും അതെല്ലാം പോകുന്നത് അയാളുടെ കുടുംബത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതെന്താ അങ്ങനെ സംഭവിക്കാമെന്ന് പലപ്പോഴും നമ്മൾ ആലോചിച്ചു പോകാറുണ്ട്. കാരണം ഇദ്ദേഹം വാ തുറന്നാല് മോട്ടിലാൽ നെഹ്റുവിനെ വരെ, രാജീവ് ഗാന്ധി മുതൽ മോട്ടിലാൽ നെഹ്റു വരെയും, ഇപ്പുറത്ത് സോണിയയുടെ കുടുംബത്തിന്റെ ചരിത്രവും, സോണിയയുടെ അച്ഛൻ KGB ഏജന്റ് ആയിരുന്നെന്നും അതിനുമുമ്പ് നാസി പ്രവർത്തകനായിരുന്നെന്നും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ മനുഷ്യൻ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അത് വേറൊരു വിഷയം. സോണിയയുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സോണിയാഗാന്ധി എങ്ങനെയാണ് ഭാരതത്തിലെത്തിയെന്നും ഭാരതത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കയറി വന്നതെന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരിക്കൽ ചർച്ച ചെയ്ത ആ വിഷയം. ഞാനിപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല. ഒരു കാര്യം പറയാം. തുടരെ പറയുന്ന കള്ളങ്ങളാണ് സോണിയ എന്ന വ്യക്തിയെ ഭാരതത്തിൽ അവതരിപ്പിക്കുമ്പോഴൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വിവാദമായ വിഷയം 983 ഇവർക്ക് പൗരത്വം എടുക്കുന്നത്. 980 വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരുണ്ട്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വസതി 1 സഫ്ദർജംഗ് റോഡിലെ വോട്ട് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്ത് വോട്ട് വാങ്ങിച്ച, അല്ലാതെ വോട്ട് ചെയ്യാൻ കിട്ടത്തില്ലല്ലോ. ഇപ്പൊ സാറിനോ എനിക്കോ എൻ്റെ മക്കൾക്കോ ഒന്നും ആർക്കും അപേക്ഷ കൊടുക്കാതെ അങ്ങോട്ട് സംഭവിക്കാതെ നമ്മുടെ ലിസ്റ്റ് വരാറില്ല. അപ്പൊ അങ്ങനെ അപേക്ഷ കൊടുത്ത് വോട്ട് സമ്പാദിച്ച സോണിയ, ഇപ്പൊ ഇവര് പറയുന്ന താരിഖ് പറ്റി അറിയാതെ സംഭവിച്ചു പോയെന്നാണ്. അത് പറഞ്ഞാൽ കുറച്ച് കൂടി. അറിയാതെ എങ്ങനെ സംഭവിക്കുമോ? നെഹ്റുവിൻ്റെയും ഇന്ത്യയുടെ കുടുംബത്തിൽ അറിയാതെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ അപേക്ഷ കൊടുത്ത് വോട്ട് വാങ്ങിക്കുമ്പം അറിയാതെ വോട്ട് ലിസ്റ്റിൽ പേര് വരുത്തുന്ന അറിയാതെ നടക്കുന്ന ഒരു കാര്യമല്ല. അവിടെ ഉണ്ടായ തെറ്റെന്ന് പറയുന്നത് അന്ന് സോണിയ എന്ന് പറയുന്ന ആന്റോണിയോ മൈന, കൃത്യമായി പറഞ്ഞാൽ ആന്റോണിയോ മൈന എന്ന് പറയുന്ന സോണിയ, അവര് ഭാരതത്തിലെ പൗരത്വമുള്ള വ്യക്തിയല്ല. പിന്നീട് പൊതുജനം ചർച്ചയാക്കിയപ്പം പിൻവലിക്കുക. അത് കാരണമുണ്ട്. അന്ന് ഭരിക്കുന്നത് ജനതാ പാർട്ടി സർക്കാർ മാറ്റിയിട്ട് ഇന്ദിരയുടെ പിന്തുണയോട് ഭരിക്കുന്ന ചരൺ സിംഗ് ആണ് പ്രധാനമന്ത്രി. ആ ഭരണകൂടത്തിൽ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇന്ദിര വിചാരിക്കുന്ന കാര്യം നടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പിന്നീട് പേര് മാറ്റിയെന്ന് പറഞ്ഞാൽ പോലും കണ്ടാൽ കളി കണ്ടില്ല കാര്യം എന്ന് പറയുന്ന പോലെ രഹസ്യമായിട്ട് പേര് ചേർത്തു, പരസ്യമായിട്ട് പേര് മാറ്റി. അതൊന്ന്. രണ്ടാമത്, അവിടെ സോണിയയുടെ കള്ളം അവിടെ അവസാനിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവരുടെ പേര് തന്നെ ഇറ്റാലിയൻ രേഖകളിൽ പോലും അവരുടെ പേര് അന്റോണിയോ മൈനോ എന്നാണ്. അവരുടെ അച്ഛനാണോ കേംബ്രിഡ്ജിൽ അവർക്ക് ആ റെസ്റ്റോറൻറ്റിൽ ജോലി കൊടുത്ത ആളാണോ, വിളിപ്പേരായിട്ട് കൊടുത്ത പേരാണ് ഈ സോണിയ എന്ന് പറയുന്നത്. ഭാരതത്തിന് കൂടുതൽ സ്വീകാര്യമായതുകൊണ്ട് ആ സോണിയ എന്നുള്ള പേര് ഉപയോഗിക്കുന്നു മാത്രം. ഇത് അവരുടെ ഒറിജിനൽ പേരല്ല എന്ന് അക്കാര്യത്തിൽ എന്തിനാ കള്ളം പറയുന്നത്? ഇവർ ജനിച്ച സ്ഥലത്തെക്കുറിച്ച് അതുപോലും രേഖകളിൽ കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ജനിച്ച സ്ഥലമെന്ന്, ഇറ്റലിയിൽ ഇവർ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് അവിടെ നാസി ഭീകരരുടെ ഒരു കേന്ദ്രമാണ്.
അവിടെ ജനിച്ചെന്ന് പറയാൻ തന്നെ സംശയം ഉണ്ടാവും. അതുകൊണ്ട് ജനിച്ച സ്ഥലം തൽക്കാലം മാറ്റി വെച്ചിട്ട് പുതിയൊരു സ്ഥലമാണ് പറയുന്നത്. അതുപോലെ മറ്റ് പല കാര്യങ്ങളും. ഇതെല്ലാം നിൽക്കുമ്പം ഏറ്റവും പ്രധാന കാര്യം, അത് നമുക്കത് വലിയ വിഷയമല്ല, പൗരത്വത്തിന് അപേക്ഷ കൊടുത്തതാ. പൗരത്വത്തിന് അപേക്ഷ കൊടുക്കുമ്പം പ്രധാനമായും ഒരു കാര്യമുണ്ട്. ഇറ്റലിയിലെ പൗരത്വം സറണ്ടർ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് ആധികാരികത ഉള്ള ആളുടെ കയ്യിൽ നിന്ന് ഇറ്റാലിയൻ അംബാസഡർ കൊടുക്കേണ്ടതെന്നും അവിടെ നിന്ന് അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, കൊണ്ടുവന്നിട്ടുമില്ല. 1980 മെയ് മാസത്തിലാണ് ഈ സംഭവം തോന്നുന്നു. മെയ് 15 17 ആ അപേക്ഷയുടെ ഒപ്പം പൗരത്വത്തിന് അനിവാര്യമായ, അതായത് ഇറ്റാലിയൻ പൗരത്വം ഈ വ്യക്തി സറണ്ടർ ചെയ്ത് വേണ്ടെന്ന് വച്ചിരിക്കുന്നു എന്ന ഒരു അഫിഡവിറ്റും അതിനനുകൂലമായ ഒരു സാക്ഷ്യപത്രവും ഇറ്റാലിയൻ അധികാരികളിൽ നിന്ന് കിട്ടേണ്ടത് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാതെയാണ് ഈ പൗരത്വം സംഘടിപ്പിച്ചത്. ആലോചിച്ച് നോക്കൂ, കള്ളത്തരമല്ലേ അത്? അങ്ങനെ പറയുമ്പോൾ ഇന്നും ഭാരതത്തിലെ പ്രധാനമന്ത്രിയാകുന്നതിന് ഒരു നിർണായക ഘട്ടത്തിൽ ചോദ്യം ഉയർത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവസരമില്ല. ഇത് പറയുമ്പോൾ അങ്ങ് ചോദിക്കും, പ്രധാനമന്ത്രിയാകാൻ ശ്രമിച്ചില്ല. അതിന് ഉത്തരവുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പേരിലാണ് 2004, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിങ്കളാഴ്ചയാണ്, രാഷ്ട്രപതിയെ കാണാൻ വേണ്ടി സോണിയ പോകുമ്പം രാഷ്ട്രപതിയുടെ വാതിക്കൽ നിൽക്കുന്ന ഒരു മാധ്യമ പടയുണ്ട്. അവർ ചോദിച്ചു, എന്നാണ് സത്യപ്രതിജ്ഞ എന്നാ ഉണ്ടാവുക എന്ന് ചോദിച്ചു. സോണിയയുടെ സത്യപ്രതിജ്ഞ, പ്രധാനമന്ത്രിയാകാൻ വേണ്ടി തയ്യാറായി പോവുകയാണ്. അത് ചൊവ്വ ബുധന ഉണ്ടാവും എന്ന് മറുപടിയും പറഞ്ഞിട്ടാണ് കയറിപ്പോകുന്നത്. ഞാനന്ന് വാർത്ത കേട്ടതാണ്, ഏതോ മാധ്യമം ദൂരദർശനായിരിക്കും തോന്നുന്നത്, ഇവരുടെ ബൈറ്റ് കേട്ടതാണ്. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അന്നേരം മാധ്യമങ്ങളെ കണ്ടില്ലെങ്കിലും കോൺഗ്രസ് ആസ്ഥാനത്ത് ചന്ദ്രശേഖർ പ്രഖ്യാപനം നടത്തി, പ്രധാനമന്ത്രിയാകാൻ ഞാൻ ആളല്ല, ഞാനില്ല. അങ്ങനെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വരുന്നത്. അന്ന് തൊട്ട് എല്ലാവരും പറയുന്നത് പ്രധാനമന്ത്രി പദവി ഇവർ ത്യജിച്ചതാണ്, ഇവർ ത്യാഗം ചെയ്തതാണെന്ന് പോലും. യഥാർത്ഥത്തില് പൗരത്വത്തിന്റെ പേരിൽ ഒരു വിഷയമുണ്ടായിരുന്നു. അത് ഇന്റർനാഷണൽ ലോയിലെ ലോ ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയും. വിജയനാഥ് സാർ നേപ്പാളിൽ പോവുകയാണെങ്കിൽ, അല്ലെ പാകിസ്ഥാനിൽ പോവുകയാണെങ്കിൽ, യൂറോപ്പിലെ രാജ്യത്ത് പോകണമെങ്കിൽ അവിടെ അങ്ങക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ ഒക്കെ മത്സരിച്ച് അവിടുത്തെ അധികാരിയാവുന്നതിനുള്ള തെരഞ്ഞെടുക്കപ്പെടുന്ന അവകാശം ഉണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു വ്യക്തിക്കും ഇവിടുത്തെ പൗരത്വം സ്വീകരിച്ചാൽ പോലും ഇവിടെ അധികാര സ്ഥാനങ്ങളിൽ എത്താൻ കഴിയുള്ളൂ. ഇറ്റലിയില് ക്ഷമാ മുഹമ്മദ് ഉണ്ടല്ലോ, ഇറ്റാലിയൻ പൗരത്വം എൻ്റെ പാദങ്ങളിൽ കാത്തു കിടക്കാൻ ക്ഷമാ മുഹമ്മദ്. ആ ക്ഷമാ മുഹമ്മദ് ഇറ്റലിയിലുള്ള ഭർത്താവിനോട് ചെയ്യുന്ന അവിടെ ചെന്നൊരു പൗരത്വം സ്വീകരിച്ചാൽ അവർക്ക് അവിടെ MP ആയിട്ട് മത്സരിക്കാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പ് മത്സരിക്കാനോ സ്ഥാനം കിട്ടാനോ പറ്റില്ല. മെലോനയ്ക്ക് പോലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാകാൻ നോക്കിയാൽ പറ്റില്ല. അപ്പൊ ആ ഒരു സംവിധാനം, ലോ ഓഫ് റെസിപ്രോസിറ്റി, പാരസ്പര്യം, അവിടെ അനുവദിക്കുമെങ്കിൽ ഇവിടെ അനുവദിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ആ വിഷയം കൃത്യമായിട്ടും ഡോക്ടർ APJ അബ്ദുൽ കലാം രാഷ്ട്രത്തിന് മുമ്പിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വിഷയം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് ചൂണ്ടിക്കാണിച്ചപ്പം അത് പറഞ്ഞല്ല ഇവരിറങ്ങും. അപ്പൊ അദ്ദേഹം, എന്നാലും നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ സുപ്രീം കോടതിക്ക് ഒരു റെഫറൻസ് കൊടുക്കാം, കോടതിയുടെ റെഫറൻസ് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് വിവാദം പുറത്തേക്ക് പോകും, കേസാവും. പ്രശ്നമെന്നൊക്കെ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ആയിരിക്കണം, അല്ലെങ്കിൽ ആണെന്ന് തന്നെ പറയാം ഇവർ ഇറങ്ങിപ്പോരുന്നത്. അല്ലാതെ ത്യാഗം ചെയ്തതല്ല. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, സീതാറാം കേസരിയെ, കോൺഗ്രസ് പ്രസിഡന്റ് സീതാറാം കേസരിയെ പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളെ AICC പ്രസിഡന്റ് കസേരയിൽ നിന്ന് താഴെ ഇട്ടിട്ട് കോൺഗ്രസ് പ്രസിഡന്റായി കഴിഞ്ഞ സോണിയ അടുത്ത ലക്ഷ്യം പ്രധാനമന്ത്രിയാവാനായിരുന്നു. വാജ്പേയിയെ ആ ഗിരിധർ ഗുഗമംഗയുടെ ഒരർത്ഥത്തിൽ കള്ള വോട്ടുകളുണ്ട്. ഒരു രാജ്യത്തെ മുഖ്യമന്ത്രിക്ക്, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് പാർലമെന്റിൽ ഒന്ന് വോട്ട് ചെയ്യാൻ പാടില്ല. അവിടെ ഒന്ന് വോട്ട് ചെയ്ത് ആ കള്ള വോട്ടിന്റെ ബലത്തിൽ വാജ്പേയിയെ ഇറക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മലയാളിയായ KR നാരായണൻ എന്ന രാഷ്ട്രപതി, ആ രാഷ്ട്രപതിയുടെ മുമ്പിലേക്ക് സോണിയ ചെന്നു.
ഐ ഹാവ് ഗോട്ട് സപ്പോർട്ട് ഓഫ് 272. ഇങ്ങനെ സോണിയ 2 എന്ന് മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ കണ്ടതാണ്. അവിടെ ചെന്നപ്പം ഡോക്ടർ നാരായണൻ അങ്ങനെ ഒരു സംസാരത്തിന് കാത്തിരിക്കുകയായിരുന്നു. പ്രോട്ടോകോളിൽ വിരുദ്ധനായി വ്യത്യസ്തമായി അവരെ സ്വീകരിക്കാനും തിരിച്ച് യാത്ര അയക്കാനും ഒക്കെ വളരെ താല്പര്യമുണ്ടായിരുന്ന ഡോക്ടർ കെ ആർ നാരായണൻ, സോണിയ കുടുംബത്തിന്റെ വിനീത വിധേയനായിരുന്ന, എന്തെല്ലാം മേന്മകളുണ്ടെങ്കിലും ആ ഒരു വിനീത വിധേയത്വം ഒരു ശാപമായി തലയിലേറ്റിരുന്ന മലയാളിയായ കെ ആർ നാരായണൻ എല്ലാ സഹായവും ചെയ്യുമായിരുന്നു പ്രധാനമന്ത്രിയാവുന്നതിന്. പക്ഷെ അവിടെ ട്വിസ്റ്റ് ഉണ്ടായി. ആ ലിസ്റ്റിൽ സമാജ്വാദി പാർട്ടിയുടെ പേരും ഉണ്ടായിരുന്നു, അവരുടെ MP-മാരും ഉണ്ടായിരുന്നു. ആ MP-മാര് അങ്ങനെ ഇരിക്കുമ്പം ജോർജ് ഫെർണാണ്ടസ് എന്നുകൊണ്ട് ഭാരതം കണ്ട ഏറ്റവും പ്രഗത്ഭനായ സോഷ്യലിസ്റ്റ്, ആ ജോർജ് ഫെർണാണ്ടസ് LK അഡ്വാനിയും മുലായം സിംഗുമായിട്ട് ഒന്നിച്ചിരിക്കുന്ന ഒരു അവസരം ഉണ്ടാക്കി. അങ്ങനെ ജോർജ് ഫെർണാണ്ടസിന്റെ മധ്യസ്ഥതയിൽ മുലായം സിംഗും ലാൽകൃഷ്ണ അഡ്വാനിയും കൂടെ ഒന്നിച്ചിരുന്ന ശേഷം പിന്നെ മുലായം പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ പിന്തുണ ഇല്ലെന്ന്. അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് സോണിയയ്ക്ക് അന്ന് പ്രധാനമന്ത്രി സ്ഥാനം പോയത്. ചരിത്രം അറിയാവുന്നവർക്കറിയാം, കള്ളത്തരത്തിന്റെ ഒരു തുടർക്കഥയായിരുന്നു ഭാരതം കണ്ട സോണിയ. രാഹുൽ ഏതായാലും ഇതൊക്കെ പറയുന്നത് കൊണ്ട് സോണിയയുമായി ബന്ധപ്പെട്ട പൗരത്വത്തിന്റെ കാര്യം, സാമ്പത്തിക കുറ്റങ്ങളുടെ കാര്യം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. ഒപ്പം തന്നെ രാജീവ് ഗാന്ധിയുടെ മരണത്തിനിടയാക്കിയ ആ പ്രതികൾക്ക് അനുകൂലമായി അവർക്ക് മാപ്പ് നിലപാടെടുത്തതിന്റെ പിന്നിലെ രഹസ്യം അവൾ അന്വേഷിക്കും. കഴിഞ്ഞില്ല. അന്ന് രാജീവിന്റെ മരണത്തിന് ആ LTTയുമായി നിർണായകമായ പങ്കുണ്ടായിരുന്നു സംശയമുള്ള DMK, കരുണാനിധിയുടെ DMK പോലുള്ള പാർട്ടികളുമായിട്ട് ഇന്ന് ചങ്ങാത്തം കൂടുമ്പം സോണിയയ്ക്ക് പല ഉത്തരങ്ങളും, സോണിയയെ സംബന്ധിക്കുന്ന പല ചോദ്യങ്ങൾ ഉയരാനും ഉത്തരം നൽകുന്നതിന് അവർക്ക് ബാധ്യതയുണ്ടാവുമെന്നും മറക്കണ്ട. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ ചോദിക്കാം, അങ്ങനെയെങ്കിൽ പ്രതിപക്ഷവും മറ്റുള്ളവരും എന്തുകൊണ്ടത് വിഷയമാക്കിയുള്ള ചോദ്യം ചോദിക്കാം. വിദേശ വനിതാ വിഭാഗം കത്തിരുന്ന കാലത്ത് പോലും ഇതൊന്നും ആരും കാര്യമായിട്ട് എടുത്തിട്ടില്ല. സുപ്രീം കോടതിയിൽ കേസ് ചെന്നപ്പോൾ പോലും സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത് ഏതാ പൗരത്വ വിഷയത്തില് കേസ് ചെന്നു. ഷോ മാഗ്നാനിമിറ്റി, വലിയ മനസ്സ് കാണിച്ചിട്ട് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത്. അതൊക്കെ ചരിത്രമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ വിഷയങ്ങളിലൊക്കെ വീണ്ടും ചർച്ചയ്ക്ക് പോകുമ്പോൾ രാഹുലിനെ പോലെ തങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നതിന് എളുപ്പമുള്ള ഒരു വ്യക്തിയാണ് വിദേശ വനിത എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എതിർപ്പുള്ളവരും ഇവരെന്ത് വേണേ കാണിച്ചോട്ടെ എന്ന് കരുതിയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും രാഹുലിന് നന്ദിയുണ്ട്. സോണിയ ചർച്ചയാവുന്നു, പൗരത്വം ചർച്ചയാവുന്നു. ഒപ്പം രാഹുലിന്റെ പൗരത്വവും ചർച്ചയാവണം, പ്രിയങ്കയുടേത് വരെ. അത് ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിന് പുതിയൊരു വഴിത്തിരിവാകും. നേരും നെറിയുമില്ലാത്ത രാഷ്ട്രീയ ചരിത്രമുള്ളവർക്ക് വ്യക്തിപരമായ ചരിത്രത്തിൽ പോലും വിദ്യാഭ്യാസത്തെക്കുറിച്ചും പേരും ജനതീയതയും എല്ലാം തെറ്റിച്ച് പറയുന്നവർക്ക് ഭാരതത്തിൽ ഒരു സ്ഥാനം, അധികാരം ലഭിക്കുന്നുള്ള സാധ്യത ഉണ്ടായില്ല, ഉണ്ടാവാതെ പോകട്ടെ, അത്രേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.